അങ്ങനെ നമ്മുടെ സഞ്ജു സാംസൺ വീണ്ടും പുറത്ത്. അതായത് ആ ഒരു സീരീസിലെ മാച്ചിന് മാത്രമല്ല കേട്ടോ, അടുത്ത സീരീസ് നമ്മൾ സിംബാബ്വേയുടെ കൂടെയുള്ള സീരീസിന്റെ അകത്തും ആളുടെ പേരില്ല. ലിസ്റ്റ് ഇന്നലെ പുറത്തിട്ടുണ്ടായിരുന്നു BCCI. അപ്പൊ അതിന്റെ അകത്ത് കാണുന്നത് ശ്രേയസ് അയ്യർ, വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, ശിവൻ ഡൂബെ, സൂര്യാൻഷ് ഷെഡ്കെ, റിങ്കു സിംഗ്, ഹർഷ ഡൂബെ, വരുൺ ചക്രവർത്തി, പ്രിൻസ് യാദവ്, യാഷ് തക്കൂർ, അശോക് ശർമ്മ, മയങ്ക് യാദവ്, പ്രഭ്സിമ്രാൻ സിംഗ്. പെട്ടെന്ന് ഞാൻ ലിസ്റ്റ് കണ്ടപ്പോഴേ രണ്ടാമത്തെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എവിടെയെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവസാനം കണ്ടത് പ്രഭ്സിമ്രാന്റെ. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ, അതായത് ഈ സഞ്ജു സാംസനെ നമ്മുടെ ഇന്ത്യൻ ടീം തവിടെടുത്ത് വാങ്ങിയാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? കാരണം ആരെങ്കിലും ഒരാള് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറിനെ ടീമിലോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ പുറത്തോട്ട് കളയാൻ വേണ്ടി നോക്കുന്നത് സഞ്ജുവിന്റെ പേരായിരിക്കും കേട്ടോ. അത് സെലക്ഷൻ കമ്മിറ്റിക്ക് എങ്ങനെയാണ് അതങ്ങനെ കറക്റ്റ് ആ ഒരു സ്ഥലത്ത് തന്നെ മാറ്റാൻ പോകുന്നതെന്നുള്ള അറിയില്ല. കാരണം ഇതിനു മുന്നേ ശുഭൻ ഗില്ല് വന്ന സമയത്ത് സഞ്ജു സാംസൺ ആയിരുന്നു പുറത്തിരുന്നത്. അതിനു മുന്നേ പന്തായിരുന്നു എപ്പോഴും വിക്കറ്റ് കീപ്പറായിട്ട് അവിടെ ഉണ്ടാവുന്നത്. അപ്പം ഈവൻ നമുക്കറിയാം ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് അല്ല, അതിന് മുന്നേയുള്ള T20 വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയിട്ടുള്ള വേൾഡ് കപ്പിൽ പന്ത് വിക്കറ്റ് കീപ്പറായിട്ട് ഉള്ളത് കൊണ്ടാണ് സഞ്ജുവിന് ചാൻസ് കിട്ടാഞ്ഞത്. ആൻഡ് ഫസ്റ്റത്തെ ഒരു വാമപ്പ് മാച്ച് മാത്രം കളിപ്പിച്ച് ആളുടെ ഫോം നോക്കി പിന്നെ കളിപ്പിക്കേണ്ട എന്നുള്ളൊരു സ്റ്റേജിൽ വെച്ച് അവിടെ ബെഞ്ചിലിരുത്തി ഒരു മാച്ച് പോലും കളിച്ചില്ല. ഇഷാൻ കിഷൻ ഇപ്പൊ അടുത്ത് തിരിച്ചു വന്നപ്പോൾ സഞ്ജു സാംസന്റെ സ്ഥാനം എഗെയിൻ പോയി. ഓക്കെ, നമുക്കറിയാം യങ് ടാലന്റ് ആണ്, IPL ഭയങ്കരമായിട്ട് കളിച്ച ആളാണ് വൈഭവ് സൂര്യവംശിനെ ടീമിലോട്ട് ഡെബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതാണ്. ആ ഒരു വണ്ടർ കിഡ് അല്ലെങ്കിൽ വണ്ടർ ബോയ് പെർഫോമൻസ് തന്നെയാണ് ആൾ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുടെ കളി ഇന്റർനാഷണൽ മാച്ചസിൽ കാണണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനും എഗെയിൻ സഞ്ജുവിനെ തന്നെ മാറ്റണോ എന്നുള്ളൊരു ചോദ്യമാണ്. വേറെയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇന്ത്യൻ ടീമിൽ. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, വേൾഡ് കപ്പിന്റെ സമയത്ത് വെസ്റ്റ് ഇൻഡീസ് അത്ര ഊള ടീമൊന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു സൂപ്പർ 8 മാച്ചിൽ ആ ഒരു കളി ജയിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ പുറത്തോട്ട് പോയേനെ അല്ലെ. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 2 മാച്ചാണെങ്കിലും സെമിയിലാണെങ്കിലും ഫൈനലിലാണെങ്കിലും ആ ഒരൊറ്റ ഒരാളുടെ പെർഫോമൻസിലാണ് ശരിക്കും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോമിനേഷൻ കുറവുണ്ടാവും. ബുംറയുടെ ഒക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ടീംമേറ്റ്സിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ മേജർ കോൺട്രിബ്യൂഷൻ കൊടുത്ത ശരിക്കും സഞ്ജു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇന്നലെ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഫുട്ബോൾ കുറച്ചും കൂടി ഇഷ്ടമുള്ള ആളാണ്, ക്രിക്കറ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും ആള് പറയുന്ന സഞ്ജു സാംസനെ കുറിച്ചിട്ടാണ്. ക്രിക്കറ്റിലെ കുറച്ചെങ്കിലും നോളജ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുമ്പോൾ പറയുന്ന സഞ്ജു ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ലാസ്റ്റ് വേൾഡ് കപ്പ് എടുത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ അത് പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ആളുടെ ഒരു കാര്യം വരുമ്പോൾ മാത്രം ഇപ്പൊ അയർലൻഡ് സീരീസ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം IPL ആയിരുന്നു. IPL കഴിഞ്ഞ് പിന്നെ A സീരീസും ODI സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും സഞ്ജു ഓൾറെഡി ഇല്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് T20 വരുന്നത് ഇപ്പൊ അയർലൻഡിന്റെ കൂടെയുള്ള 2 മാച്ചും അത് കഴിഞ്ഞ് ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ഫസ്റ്റ് മാച്ചും ടോട്ടല് 3 മാച്ചാണ് സഞ്ജു കളിച്ചേക്കണേ. 3 മാച്ചില് ഫോം ഇല്ല എന്ന് പറഞ്ഞ് ഏകദേശം പുറത്തിരുത്തിയിരിക്കുകയാണ്. ആൻഡ് നമുക്കറിയാലോ IPL തന്നെ ആദ്യത്തെ 3 മാച്ചിൽ സഞ്ജുവിന്റെ കാര്യം എങ്ങനെയായിരുന്നുള്ളത്. പിന്നെ 4ാമത്തെ മാച്ചിലാണ് ആള് സെഞ്ചുറി അടിച്ചിട്ട് ഒരു കംബാക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആൻഡ് IPL പോലും നമുക്കറിയാം സഞ്ജുവിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സഞ്ജു പെർഫോം ചെയ്യുന്ന സമയത്ത് വിന്നിംഗ് റേഷ്യോ എങ്ങനെയാണെന്നുള്ളത്.